വടി വരാൻ പറഞ്ഞില്ലേ മോളെ. ഇപ്പൊ വീണ കണ്ടില്ലേ? വാ വടി. പണ്ടാറടങ്ങാൻ എന്തൊരു ഭാരമാടി നിനക്ക്. ഇറങ്ങി മര്യാദക്ക് നടക്കടി. എടാ നിങ്ങൾ വേഗം വാ, ഇല്ലെങ്കിൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല, ഞാൻ ഫാക്ടറിയിൽ ഇപ്പൊ എത്തും. ഒരു 10 മിനിറ്റ്. എടി നിന്നെ നീ എന്നെ കടിച്ചല്ലേടി. നിന്നെ ഞാൻ ശരിയാക്കോടി. വരരുത്, അടുത്ത് വരരുത്. വന്നാ നീ എന്നെ എന്ത് ചെയ്യും? എന്റെ കൂട്ടുകാരിപ്പം എത്തും, പിന്നെ നീ എങ്ങും പോകത്തില്ല. വാ വാ മോളെ, വാ മോളെ. എന്റെ അടുത്ത് വരരുത് എന്നല്ല പറഞ്ഞത്. എറിയും ഞാൻ. എന്നാ റെഡി എറിയാൻ. നീ അത്രയ്ക്ക് വലിയ മിടിക്കുകയാണെങ്കിൽ എന്നെ എറിഞ്ഞിട്ടേച്ച് പോ. അയ്യോ എന്റെ കണ്ണേ. അയ്യോ അമ്മേ. അയ്യോ അയ്യോ അയ്യോ. ചേട്ടാ, ഇങ്ങനെ തളരില്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യും? എവിടെ പോയി അന്വേഷിക്കും? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലോ? ഇനിയും ആ SIയുടെ മുന്നിലേക്ക് തന്നെ ചെല്ലണോ ചേട്ടാ? വേറെ വഴിയില്ല ബേ. എനിക്ക് എന്റെ മോളെ കിട്ടിയതേ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചാ കുഞ്ഞൻ സത്യം പറയൂ? ചോദിക്കേ. അമ്മ എപ്പോഴും നഫ്ലങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസം. ചേട്ടാ, വണ്ടി ഒന്ന് തിരികെ. എന്താ ബേ? ചേട്ടൻ വണ്ടി തിരികെ. മാളു എവിടെ പോയതാന്ന് എനിക്കറിയാം. ചേട്ടൻ വണ്ടി ഒന്ന് തിരിച്ചു വിട്. എവിടേക്കാന്ന് പറയാ ബേ? പറയാം. ചേട്ടൻ വണ്ടി എടുക്ക ആദ്യം, വേഗം. അയ്യോ, എന്റെ റബ്ബേ, മാളുകുട്ടിയല്ലേ? മോളെ, മാളു, മോളെ എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ എത്തി? ഇതെന്താ മോളുടെ മുഖം വല്ലാതെ? മോളെ എങ്ങനെയാ വന്നേ? എനിക്ക് അമ്മയെ കാണണം. എന്റെ അമ്മ എന്തേ? കരയല്ലേ മാളു, മോളുടെ അമ്മ ഇവിടെ തന്നെയുണ്ട്. ജിസ്ന, നീ വേഗം ചെന്ന് ഓളെ വിളിച്ചോണ്ട് വാ. എന്റെ പൊന്നു മോളെ, നിന്നോട് ഞാൻ എന്താ പറയുക? പഠിച്ചോനെ, ഈ സങ്കടം കൂടി കാണേണ്ടി വന്നല്ലോ. ചേച്ചി ഒന്ന് വേഗം വാ, ദേ മാളുമോള് പുറത്തു വന്ന് നിൽക്കുന്നു.
മാളുക്കുട്ടി ചേച്ചിയെ കാണാൻ വന്നതാ. വാ ചേച്ചി. അമ്മേ 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 മോൾ എങ്ങനെയാ വന്ന ഇത്രയും ദൂരം? ഞാൻ അമ്മയെ കാണാൻ തന്നെ വന്നതാ. എന്റെ പൊന്നു. അമ്മ എന്തിനാ അമ്മ ഞങ്ങൾ ഇട്ടേച്ചു പോയെ? മോളമ്മയെ വിളിക്കാൻ വന്നതാ. അച്ഛന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ മോള് വന്നത്. രാത്രിയിലൊക്കെ അച്ഛന് ഒറ്റയ്ക്കിരുന്ന് കരയാ. മോളെ ഇങ്ങനെയൊന്നും പറയില്ല, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാമ്മ. ഞങ്ങൾക്ക് അമ്മയില്ലാതെ പറ്റത്തില്ല അമ്മ. അമ്മ ഇപ്പൊ എന്റെ കൂടെ വരണം. അമ്മയോടൊന്ന് പറയാണ്ടി എന്റെ കൂടെ വരാൻ. ഞങ്ങൾക്കിപ്പോ അമ്മയോ അച്ഛമ്മയോ ആരുമില്ല. വാ അമ്മ, നമുക്ക് പോവാ. എന്റെ അമ്മയല്ലേ, എന്റെ കൂടെ വാ. മോളെ മാളൂട്ടി കരയുന്നത് കണ്ടില്ലേ? നീ പെറ്റ കുഞ്ഞല്ലേ നിന്നെ വിളിക്കുന്നത്. നീ ഒന്ന് പോ മോളെ. ഇനി ഇവിടെ നിൽക്കാൻ നിനക്കൊരു അർഹതയില്ല. അമ്മ, അമ്മയ്ക്ക് നമ്മുടെ അപ്പൂസിനെ കാണണ്ടേ? അവൻ അമ്മയെ കാണാൻ ഭയങ്കര സങ്കടം. ചേച്ചി, ഈ കരച്ചിൽ കാണാതെ എന്റെ ഇക്കയുടെ കൂടെ ജീവിച്ച ചേച്ചിക്ക് എന്താ കിട്ടാൻ പോകുന്നേ? അച്ഛനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചോണ്ട് പോയി, അടിക്കൊക്കെ ചെയ്തു. അച്ഛനിപ്പൊ തീരെ വയ്യ അമ്മ. വാ അമ്മ, അമ്മ വാ. മോളെ ഇനി ഈ കുഞ്ഞിനെ കരയിക്കല്ലേ. ഈ ഉമ്മ നിന്നോട് യാചിക്കുവാ, ഈ മോളുടെ കൂടെ നീ പോണം. അമ്മയ്ക്ക് ഞങ്ങള് വേണ്ടായോ? വാ അമ്മ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ വേണം. വാ അമ്മ, അമ്മ വാ. അമ്മ, എന്റെ പൊന്നുമോൾ ഇനി ഇവിടെ നിൽക്കല്ലേ. അമ്മയ്ക്ക് വരാൻ പറ്റില്ല മോളെ. അമ്മയുടെ ഉള്ളിലെ സങ്കടം അവളോട് പറയാൻ അമ്മയ്ക്ക് ഇപ്പൊ പറ്റില്ല. എന്നെ പെറുക്കല്ല. ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ച് ഓർത്ത് നേറിയായി അമ്മ ജീവിക്കുന്ന. ഇനി മോൾ ഇവിടെ നിന്ന ഞാൻ എന്തേലും കടുങ്കൈ ചെയ്യും. മോള് പൊയ്ക്കോ, പോ മോളെ. അമ്മ, കുഞ്ഞ, ദേ എന്റെ അമ്മ. അപ്പോ അമ്മേ, മോനെ നിക്ക്. അമ്മേ, അപ്പോ അബി, നീ കുട്ടികളെ കുട്ടി വേഗം വാ, താമസിക്കരുത്. എനിക്കധികം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അമ്മേ, ദേ അച്ഛനൊക്കെ ഉണ്ടോ? മോനെ, മോന് വരാൻ പറ്റിയ സ്ഥലമല്ല ഇപ്പോഴീ വീട്. മോൻ ഞാറക്കലേക്ക് വയ്ക്കും. കുട്ടികളെ കൊണ്ട് ഞങ്ങൾ അങ്ങ് വന്നോളാം. അച്ഛാ, അമ്മ വാ അമ്മേ,
നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അച്ഛൻ്റെ അടുത്ത് പോവാം അമ്മേ. അമ്മേ വാ അമ്മേ. അമ്മേ പോവല്ലേ അമ്മേ. അമ്മ പോവല്ലേ അമ്മേ. മോനെ വിട്ടിച്ച് പോവല്ലേ അമ്മേ. അമ്മേ അമ്മ പോവല്ലേ അമ്മേ. അമ്മ നിങ്ങൾ ഇട്ടിച്ച് പോവല്ലേ അമ്മേ. അമ്മേ 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 അമ്മ പോവല്ലേ അമ്മേ. അമ്മേ അമ്മേ അമ്മ പോവല്ലേ അമ്മേ. അമ്മ പോവല്ലേ. അമ്മേ പോവല്ലേ. അമ്മേ അമ്മേ അമ്മേ. ഇനി വിളിക്കണ്ട മോളെ. മോളെ എത്ര വിളിച്ചാലും അവര് വാതില് തുറക്കില്ല. മോളെ കാണാതെ അച്ഛൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? എടി എരണം കെട്ടവളെ, ഞങ്ങൾ ഈ മക്കളെ കൊണ്ട് പോവുക. ആരും അറിയാതെ അമ്മ തേടി വന്നതാ മാളു. ഈ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ വാതിൽ വലിച്ചടച്ച നീ ഇവരുടെ അമ്മയല്ല. മക്കളെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അമ്മയില്ല. വാ നമുക്ക് പോകാം. ഇല്ല മാലതി, അവളോട് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് വരില്ല. എല്ലാം ഇവിടെ അവസാനിക്കണം. മാറ. അരുന്ധതി, വാതിൽ തുറക്ക്. ഇനി നിന്നോട് തുറക്കാനാ പറഞ്ഞത്. തുറക്കണി വാതിൽ. അരുന്ധതി, മര്യാദയ്ക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. തുറക്കടി. വേണ്ട രാജേട്ട, വിളിക്കണ്ട. അവള് വാതിൽ തുറക്കില്ല. ഇല്ല മാലതി, ഞാൻ തുറപ്പിക്കാം വാതില്. അരുന്ധതി, വാതില് തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. നീ ഈ വാതില് തുറക്കാതെ ആരും ഇവിടുന്ന് പോകുന്നു വിചാരിക്കണ്ട. ദേ, ഒരു കാര്യം നീ ഓർത്തോ. നിന്റെ അച്ഛന്റെ നെഞ്ചിന്റെ താളം തെറ്റിയത് ഈ മുറ്റത്ത് വെച്ചിട്ടാ. ഇനി ഈ മുറ്റത്ത് കിടന്ന് നിന്റെ അച്ഛൻ മരിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് വാല് തുറക്കണി. ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും ഞാനിത്. തുറക്കണി വാതില്. നന്നായി മോളെ, ഈ മക്കളെ ഉപേക്ഷിക്കാൻ നീ എടുത്ത തീരുമാനം നന്നായി. ഈ മക്കൾ രണ്ടുപേരും ഇത്രയൊക്കെ കെഞ്ചി വിളിച്ചിട്ടും നെഞ്ചുപൊട്ടി നിന്റെ മുമ്പിൽ യാചിച്ചിട്ടും നിനക്ക് വരെ വേണ്ട. തെരുവു നായ്ക്കൾ പോലും സ്വന്തം മക്കളെ എങ്ങനെ ഉപേക്ഷിക്കില്ല. മാളു, ഇങ്ങ വാ. നിങ്ങളെ വേണ്ടാത്ത ഈ അമ്മയെ ഇനി മോക്ക് വേണോ? മോള് പറ, ഇവളെ ഇനി നിങ്ങൾക്ക് അമ്മയായിട്ട് വേണോ? പറ മോളെ. വേണ്ട അമ്മച്ച. ഞങ്ങൾക്ക് ഈ അമ്മ ഇനി വേണ്ട. എനിക്കും വേണ്ട. അഭി, നീ മക്കളെ കൂട്ടി പൊയ്ക്കോ. വാ മക്കളെ. എടീ, നിന്റെ പൊക്കിൾക്കൊടി ബന്ധം മുറിച്ചിട്ടാ ആ കുഞ്ഞുങ്ങൾ പോകുന്നത്.
അവര് മാത്രമല്ല, ഞങ്ങൾ നിന്നെ ഇവിടെ ഉപേക്ഷിക്കുക. ഇനി ഞങ്ങളാരും നിന്നെ കാണാനോ നിന്നോട് യാചിക്കാനോ വരില്ല. മുൻജന്മത്തിലെ ശത്രുക്കളാ ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുന്നെന്ന് നീ തെളിയിച്ചു. ഇവള് പറഞ്ഞതുപോലെ ഇപ്പോ ഈ നിമിഷം മനസ്സിൽ നിന്ന് നിന്നെ പറിച്ചു കളയുക. ആ അന്തസ് നീയും കാണിക്കണം. ഞാനോ ഇവളോ മരിച്ചെന്നറിഞ്ഞാ പോലും ഞാറക്കൽ വീടിന്റെ മുറ്റത്തേക്ക് നീ വന്നുപോരും. മനസ്സുകൊണ്ട് നിനക്ക് ഞങ്ങൾ ബലിയിട്ട് കഴിഞ്ഞു. മലതി, പോകാം. പത്തുമോ, ഒരു തുള്ളി ചോര പൊടിയാതെ ചങ്കു പറിച്ചെടുക്കുന്ന വിദ്യ നിന്റെ മോൻ എവിടുന്നാടി പഠിച്ചത്? ഇറങ്ങുക. ഈ മുറ്റത്തേക്ക് ഇനി ഒരു വരവില്ല. മാമനതി. അച്ഛ, മോളെ, മാലതി, നീ അകത്തിയൊന്ന് കുട്ടികൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കും. ഒന്നും വേണ്ടച്ചാ, ഞങ്ങൾ ഇറങ്ങാം. കുട്ടികൾക്ക് നല്ല വിശപ്പ് കാണും. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ മോനെ. സാരമില്ലമ്മേ, ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചോളാം. അബി, നീ വരുന്നുണ്ടോ? ഉണ്ട് ചേട്ടാ. എന്നാ കയറും. അച്ഛാ, ഞങ്ങൾ പോട്ടെ. പോയിട്ട് വരാമെന്ന് പറ മക്കളെ. മോനെ, നീ ഞങ്ങളെ വെറുക്കരുത്. അമ്മയും അച്ഛനും എന്നും മോന്റെ ഈ കുഞ്ഞുങ്ങളുടെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പാപിയായ ഒരു മകൾക്ക് ജന്മം നൽകിയ തെറ്റിനുള്ള എന്ത് ശിക്ഷയെ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. നിന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റടിക്കുന്നത് ഈ അച്ഛനറിയാം. മക്കൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുമെന്ന് ജന്മം നൽകുമ്പോൾ അച്ഛനമ്മമാർക്കറിയില്ലല്ലോ. സാരമില്ല അച്ഛാ, നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണും. അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെടും. വെയിലും മഴയും നോക്കാതെ ജീവിതത്തോട് പടവരുതും. പട്ടിണിയും കഷ്ടപ്പാടൊന്നും ഒരു വിഷയമല്ല. കാത്തിരിക്കാൻ ഒരാളുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ മതി അവന് ജീവിക്കാൻ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് ജീവിതം ഒരു കളം വരയ്ക്കും. അവിടെ നമ്മൾ ആഗ്രഹിച്ച ജീവിതം ഉണ്ടാവില്ല, സ്വപ്നങ്ങളും ഉണ്ടാവില്ല. ഒരായുസ് കൊണ്ട് സ്വരുക്കൂട്ടിയതും കഷ്ടപ്പെട്ടതുമെല്ലാം നഷ്ടപ്പെടും. എന്നെപ്പോലുള്ള പാവങ്ങൾ വെട്ടേറ്റ് വീണുപോകും. എന്നാലും ജീവിച്ചല്ലേ പറ്റൂ. ജീവിക്കണം. ഓരോ തവണയും പ്രതിസന്ധികളോട് പടവെട്ടി ജയിക്കുമ്പോൾ മനുഷ്യന് ഓരോ ലക്ഷ്യമുണ്ടാവും. ഇപ്പൊ എന്റെ ലക്ഷ്യവും സ്വപ്നങ്ങളും എല്ലാം എൻ്റെ ഈ മക്കളാ. ഇവർക്ക് വേണ്ടി മാത്രമാണ് ഇനി എൻ്റെ ജീവിതം. പോയിട്ട് വരാമെന്ന് പറഞ്ഞു തന്നെ പോവാ. കാരണം നിങ്ങളെ ആരെയും വെറുക്കാൻ എനിക്ക് കഴിയില്ല. കേറ് മക്കളെ. അബി,